ഇപ്പോൾ സാമ്പത്തികപരമായി കണ്ടമാനം ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും വലിയ സക്സസ് ടൈമാണ്. ഏറ്റവും വലിയ സക്സസ് ടൈം. കാരണം അത് കൃത്യമായിട്ട് നമ്മുടെ മെമ്മറി നിൽക്കും, ഒരിക്കലും മറക്കാത്ത അവസ്ഥയിൽ. അത്രയും നല്ല സമയമാണ്. എന്താ അതിൻ്റെ കാര്യം? നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഈ ഉപവാസം അല്ലെങ്കിൽ മൗനവ്രതം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് തിരുമേനി ഒന്ന് വിശദീകരിക്കാവോ എന്ന് ചോദിച്ച് കുറച്ച് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗുരുവായൂർ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, ശിവരാത്രി, ധനുമാസ തിരുവാതിര, അങ്ങനെ നിരവധി ഉപവാസങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ദേവനുമായി ബന്ധപ്പെട്ട, ഒരു നക്ഷത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നടത്തുന്ന ഉപവാസങ്ങളാണ്. ശരിക്ക് സർവമതസ്ഥരും എല്ലാ മതത്തിലും ഉപവാസ സമ്പ്രദായമുണ്ട്. ഉപവാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ക്ലീനിങ് ആണ്. ശരീരത്തിലെ ടോക്സിൻസിനെ പുറത്തു പോകാനും നമുക്കൊരു ആരോഗ്യപരമായി നിൽക്കുന്ന അവസ്ഥയുണ്ടാക്കാനും ഏറ്റവും നല്ലതാണ് ഉപവാസം. ആ കാര്യത്തിൽ ആരോഗ്യപരമായിട്ട് യാതൊരു സംശയവും വേണ്ട. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് വേണ്ടിയിട്ട്, വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് വേണ്ടിയിട്ട്, തിങ്കളാഴ്ച ദിവസം മഹാദേവന് വേണ്ടിയിട്ട്, ചൊവ്വാഴ്ച സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപവാസം എടുക്കാം. നിങ്ങൾ ഉപവാസം എടുക്കുന്ന രണ്ട് രീതി എടുക്കാം. ജ്യൂസൊക്കെ കഴിച്ച് ഉപവാസം എടുക്കാം. അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ നമുക്ക് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് അത്താഴപൂജ കഴിഞ്ഞ്, ഭഗവാന്റെ അത്താഴപൂജ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട രീതിയിലുള്ള ഉപവാസങ്ങൾ എടുക്കാം. ഇങ്ങനെയൊക്കെ എടുക്കാം. അതുകൊണ്ട് ഗുണം കിട്ടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ശാരീരികമായി ആരോഗ്യാവസ്ഥ കൂടുന്നു എന്നതിനേക്കാൾ ഉപരി ആ ഉപവാസത്തിൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ശരീരത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റും ഒരു ഈശ്വരൻ്റെ ഓറ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ ഈശ്വരനിലേക്ക് ലയിക്കാനുള്ള ആഗ്രഹം നമ്മൾക്ക് കൂടി വരുന്നു എന്നാണ്. അന്ന് ആ ഭഗവാനെ നമ്മൾ വിട്ട് നമ്മുടെ മനസ്സ് പോകില്ല. ഉപവാസം എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ ഗുരുവായൂർ ഏകാദശി എടുത്ത ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് ആ മനസ്സിൽ നിന്ന് പോകാറില്ല. ധനുമാസത്തി തിരുവാതിര എടുത്തു കഴിഞ്ഞാൽ ശിവനെ വിട്ടിട്ട് നമ്മുടെ മനസ്സ് പോകാറില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഈശ്വരന് വേണ്ടി, ഇപ്പൊ സാമ്പത്തികപരമായി കണ്ടമാനം ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ വെള്ളിയാഴ്ച ദിവസം ശ്രീ ഭഗവതിയെ ധ്യാനിച്ച് നിങ്ങൾ ഉപവാസം എടുത്താൽ അങ്ങനെ നമുക്ക് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ തീരെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ആഹാരം ഒഴിവാക്കിയിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ച് ഉപവാസം എടുക്കാം. എന്നുവെച്ചാൽ അത് ശരിക്കും ഉപവാസമായിട്ട് വരുമെന്ന് വരെ പറയാൻ പറ്റില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവാസം തന്നെയാണ്, ശരിക്ക് ശുദ്ധമായ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ആ ഉപവാസത്തിലൂടെ നമ്മളെ ഭഗവാനുമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ആ ഭഗവാൻ നമ്മുടെ തൊട്ടടുത്തുനിന്ന് പോകാത്തൊരവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ നിലനിർത്തുന്നതാണ് ഉപവാസം. അതുപോലെ തന്നെയാണ് നമ്മുടെ മൗനവ്രതവും. മൗനവ്രതം എന്ന് പറയണത്, ഇപ്പം നിങ്ങൾ സംശയമൊന്നും വേണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു എക്സാമിൻ്റെ തലേ ദിവസം, ഒരു പരീക്ഷയുടെ തലേ ദിവസം വൈകുന്നേരം 5 മണിക്ക് ശേഷം ആരോടും മിണ്ടില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങളായാലും 10 മണിക്ക് കിടക്കും, ആ 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഞാൻ നാമജപം കഴിഞ്ഞ് ഇനി ആരോടും മിണ്ടണില്ല. ആ 7 മണിയൊക്കെ ആകുമ്പോൾ നാമജപം കഴിഞ്ഞു, 7, 3, 10 3 മണിക്കൂർ നിങ്ങൾ മൗനവ്രതം എടുത്തോളൂ. നിങ്ങളുടെ മെമ്മറി പവർ ഡബിൾ ഇരട്ടിയാവും. നിങ്ങൾ പഠിക്കുന്നത് ഭയങ്കര കോൺസെൻട്രേഷൻ ആവും. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഹൃദിസ്ഥമാകും. മൗനവ്രതത്തിലൂടെ നിങ്ങളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും സൂക്ഷ്മതലത്തിൽ അത് ശക്തമായി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ഒരാൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. ഒരു മനസ്സിനെ ഏറ്റവും നന്നായി കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് വളരെ വളരെ കാമായ, അല്ലെങ്കിൽ നിശബ്ദമായ, അല്ലെങ്കിൽ ഒരു വികാരങ്ങളും ബാധിക്കാത്ത ഒരവസ്ഥ എത്തിക്കണം. അതിന് ഏറ്റവും ശക്തമാണ് ഉപവാസവും മൗനവ്രതവും. നിങ്ങൾ സംശയം എന്നെ നോക്കിക്കോളൂ.
ബ്രാഹ്മമുഹൂർത്തത്തിൽ എടുക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 3:45 കഴിഞ്ഞ് എണീക്കണ കുട്ടി, വേണ്ട 4 മണി ആയിക്കോട്ടെ, വേണ്ട 4:30 ആയിക്കോട്ടെ, അതിനുശേഷം ഒരു 1.5 മണിക്കൂർ പഠിക്കുന്ന കുട്ടി, ഏത് തിരുമണ്ടനെ നിങ്ങൾ എണീപ്പിച്ചിട്ട് പഠിപ്പിച്ചോളൂ. 15ാമത്തെ ദിവസം അവനെ ചെക്ക് ചെയ്തോളൂ. അവൻ ആ പഠിച്ച സാധനങ്ങളെല്ലാം അവന്റെ മനസ്സിൽ നിന്ന് ഒരു തരി നഷ്ടപ്പെടില്ല. അതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിന്റെ പ്രത്യേകത. എത്ര വലിയ തിരുമണ്ടനെ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ, ഈ 3:30-ക്ക് ശേഷം 4 മണിക്കോ 4:30-ക്കോ എണീക്കട്ടെ, 7 മണിയുടെ സമയമല്ല പറഞ്ഞത്, ആ രാവിലത്തെ ആ 6 മണിക്കുള്ളിലുള്ള ഒരു 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവൻ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മോള് പഠിക്കുന്ന കാര്യങ്ങൾ, ആരും ആവട്ടെ, ഒരു വിദ്യാർത്ഥി അത് ചെയ്താൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് ടൈം, അത് ഏറ്റവും വലിയ സക്സസ് ടൈം. കാരണം അത് കൃത്യമായിട്ട് നമ്മുടെ മെമ്മറി നിൽക്കും, ഒരിക്കലും മറക്കാത്ത അവസ്ഥയിൽ. അത്രയും നല്ല സമയമാണ്. എന്താ അതിന്റെ കാര്യം? അവിടെ ഒരു മൗനത്തിന്റെ അവസ്ഥ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. വളരെ രാവിലത്തെ സമയമാണ്, വളരെ ശാന്തമായ അന്തരീക്ഷം, ശാന്തമായി നിൽക്കുന്ന ഒരു പ്രകൃതിയുടെ ശാന്തമായി നിൽക്കുന്ന നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റി കൂടുതലാണ്. ഈ ഈശ്വരന്മാർ ഉപവാസത്തെക്കുറിച്ച് പറയുന്നതും ഇതിനൊക്കെ തന്നെയാണ്. നല്ല ആരോഗ്യമുള്ള ഒരു പരമ്പര ഉണ്ടാക്കാനും നല്ല ശുദ്ധമായി നിൽക്കുന്ന ബുദ്ധിരാക്ഷസന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോളൂ. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. നമ്മൾ ആ ഇന്റർവ്യൂവിനെ നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ ആ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അതിനെ മാത്രം ഓർത്തുകൊണ്ട് നിങ്ങൾ വൈകുന്നേരം ഒരു 3 മണിക്കൂർ മൗനവ്രതം എടുത്തോളൂ. ആ ഇന്റർവ്യൂ സക്സസ് ആയിരിക്കും. എന്നും നമ്മുടെ ശരീരത്തിൽ ഓരോരോ വേദനകൾ വരുന്നുണ്ട്. നിങ്ങൾ മഹാദേവനെ ഓർത്ത് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ഉപവാസത്തിൽ ഇരുന്നോളൂ, നിങ്ങളുടെ അസുഖങ്ങൾ സാധാരണ കുറയും. അത് 2 കാരണമാണ്. ഒന്ന്, മൃത്യുഞ്ജയമൂർത്തിയായ മഹാദേവന്റെ അനുഗ്രഹമാണ്. 2, ആ ഉപവാസത്തിലൂടെ നമ്മുടെ ശരീരം വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്, ഏറ്റവും വലിയ ശുദ്ധമായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഒരു മനുഷ്യ സനാതന ധർമ്മത്തില് ഒരു ഭക്തന് ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള മാർഗങ്ങളാണ് ഉപവാസവും മൗനവ്രതവും. ആ സമയത്ത് നമുക്ക് നാമങ്ങൾ ജപിക്കാം. നമ്മളിന് കാമായിട്ടിരിക്കുക, നമുക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, നമ്മൾ ഉപവാസത്തിലിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട നാമങ്ങൾ, ഇഷ്ടപ്പെട്ട ഭഗവാനെ ഓർത്തുകൊണ്ട്, ഇഷ്ടപ്പെട്ട ഈശ്വരന്മാരെ ഓർത്ത് ഒരു ധ്യാനത്തില്, അല്ലെങ്കിൽ നമ്മൾ അവരെ മാത്രം ഓർത്ത് മനസ്സിൽ അവരെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അവരുടെ മനസ്സിൽ അവരുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഉപവാസങ്ങളും ശക്തമാണ്. വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ, ഇപ്പൊ നിങ്ങൾക്ക് നാളെ എക്സാമാണ്, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഓക്കെയാണ്, ഒരു മണിക്കൂർ ആ മൗനവ്രതത്തിനിടയ്ക്ക് മഹാദേവനെ മാത്രം ഓർത്ത് 1 മണിക്കൂർ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശക്തി അതിശക്തമാണ്. ഒന്നും ജപിക്കണമെന്ന് പോലുമില്ല, വേണമെങ്കിൽ അറിയാതെ, നമ്മൾ പോലും അറിയാതെ ജപിക്കുന്ന നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ, അങ്ങനെ മന്ത്രത്തിന്റെ നമ്മുടെ ഓരോ ശ്വാസവും പോകുന്ന രീതിയിൽ പതുക്കെ നമശിവായ ജപിച്ച്, ആ നമശിവായ ജപിച്ച് നമ്മൾ ആ ഭഗവാനെ അങ്ങനെ ധ്യാനിച്ച് ആ ഇരിക്കുന്ന 1 മണിക്കൂർ, ആ 1 മണിക്കൂറിലൂടെ നമുക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹം, അതിലൂടെ കിട്ടുന്ന ആ ശക്തി, അതിലൂടെ കിട്ടുന്ന ശരീരത്തിന് പൂർണ്ണമായി നിൽക്കുന്ന ഓറ, അതിലൂടെ കിട്ടുന്ന നമ്മുടെ ബുദ്ധി, അതിലൂടെ കിട്ടുന്ന ഓർമ്മ, ആ മെഡിറ്റേഷൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. 1 മണിക്കൂറൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്, അതികേമാണ്, അതിശക്തമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയണ ഈ ഉപവാസവും മൗനവ്രതവും ഒക്കെ ജീവിതത്തിലെ സ്വായത്തമാക്കേണ്ട ഏറ്റവും അതിപ്രധാന ഘടകങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കുക. അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളോട് എനിക്കത് പറയാൻ പറ്റിയത്. അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നവർക്ക് നിങ്ങൾക്കെല്ലാം ചെയ്യാവുന്നതാണ്. ഏറ്റവും ശക്തിമത്തായി നിൽക്കുന്ന ജീവിത മാർഗത്തിൽ ഒന്ന് തന്നെയാണ്. നമസ്കാരം.